അങ്ങനെ ഇന്നത്തെ സൈറ്റ് വിസിറ്റിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റെഡിയായ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഇന്നൊരുപാട് പ്ലേസ് വിസിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഡേ പാസ്സാണ് എടുത്തത്. അതായത് ഒരു €14 നമ്മൾ സ്പെൻഡ് ചെയ്താൽ ഈ ഫുൾ ഡേ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രെയിൻ, അണ്ടർഗ്രൗണ്ട് ട്രെയിൻ, ബസ് എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാർ പോലെ തന്നെ ട്രെയിനും റൈറ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. അങ്ങനെ ലാ ചാപ്ലോ സ്റ്റേഷനിൽ നിന്ന് അൻബർഗ് സ്റ്റേഷനിലേക്ക് എത്തി ഒരു 5 മിനിറ്റ്സ് നടക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു മോൺമാർട്രെ ചർച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടൗൺ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഒരു തവണ കൂടി പാരീസ് വരുമ്പോൾ ഐഫിൾ ടവർ കാണാൻ പോയില്ലെങ്കിലും ഈ ഒരു മോൺമാർട്രെ ഒരു വില്ലേജിൽ വന്നൊരു ഡേ സ്പെൻഡ് ചെയ്യാനായിരിക്കും എനിക്കിഷ്ടം. സാക്രഡ് കോർട്ട് ബസലിക്ക എന്ന ചർച്ചിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നിൻ പുറത്താണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഐഫിൾ ടവറിന് മുകളിൽ നിന്ന് ഈ പള്ളി നമുക്ക് കാണാൻ പറ്റും. ബോളിവുഡ് മൂവി കങ്കണ റണൗത്തിൻ്റെ ദ ക്വീനിൽ ജാക്കെ ജാക്കെ ആ സോങ്ങിനകത്ത് ഈ മോൺമാർട്രയിലെ മിക്ക സ്ഥലങ്ങളും അവർ ഫിലിം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ദ ക്വീൻ മൂവിയിലെ ആ സോങ്ങിൻ്റെ ഒരു ബിഗിനിങ്. പിന്നെ തമിഴ് മൂവി എങ്കെയിം കാതലിനകത്തുണ്ട്, എമിലി ഇൻ പാരീസിലുണ്ട്. ഈ ഒരു ടോപ്പിലെത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഐഫിൾ ടവറിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെയുള്ള ഹാൻഡ് റൈസിലെല്ലാം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. മീൻസ് എല്ലാവരും ഓരോ ലോക്ക് മേടിച്ച് അവിടെ ഒരു ലോക്ക് ഇട്ട് വയ്ക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. പക്ഷേ ആ സോങ്ങിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി ഈ ഹാൻഡ് റൈസിലൊക്കെ അപ്പോൾ ഇതൊരു അപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഹാൻഡ് റൈൽസ് എല്ലാം നല്ല ക്ലീൻ ആൻഡ് ഫ്രീ ആയിരിക്കും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കച്ചവടക്കാരെ നമുക്ക് പാരീസിലെ എല്ലാ ഫേമസ് പ്ലേസിലും കാണാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓരോ കോർണറിൽ അവർക്ക് ഓരോ ഏജൻറ്റ്മാരുണ്ടാവും. മീൻസ് ഇവിടെ അതെല്ലാം ഇങ്ങനത്തെ കച്ചവടങ്ങളെല്ലാം ഇല്ലീഗലായതുകൊണ്ട് പോലീസ് അഥവാ വരികയാണെങ്കിൽ അവരിങ്ങനെ സിഗ്നൽ കൊടുത്ത് അപ്പോഴേക്കും അവരെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്ത് അവിടെ നിന്ന് അവർ സ്ഥലം വിടും. ഇങ്ങനെ ഈ ഒരാളെ നമുക്ക് മേ ബി ഐ തിങ്ക് ഈ സെയിം ആൾ തന്നെ ആയിരിക്കണം ആ സോങ്ങിനകത്തുണ്ട്. അവരിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രൊവോക്ക് ചെയ്യുമ്പോൾ പുള്ളി അവരിങ്ങനെ അതായിട്ട് ഓടിക്കുന്നത്. ഇതാണ് ആ ലോക്കെല്ലാം. ഹാൻഡ് റെയിൽസ് ഫുള്ള് കവേർഡ് വിത്ത് ലോക്സാണ്. 1875 ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ പല രാഷ്ട്രീയം സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോയി 1914 കൂടിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാവുന്നത്. പിന്നീട് 1919 ഈ പള്ളി സമർപ്പിക്കുന്നത്. ബിക്കോസ് വേൾഡ് വാറൊക്കെ സംഭവിച്ചുകൊണ്ട് വെളുത്ത നിറമുള്ള കല്ല് കൊണ്ടാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരത്ത് നിന്ന് കൊണ്ടും ഇതിൻ്റെ റിഫ്ലക്ഷനും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ മഴ പെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. പാരീസിലെ വളരെ മനോഹരമായ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ
ഇതൊരു ദേവാലയത്തിൽ ഉപരി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇതവിടുത്തെ ഒരു ഫ്രീ പബ്ലിക് ഡ്രിങ്കിങ് വാട്ടർ ഒരു പോയിൻ്റാണ്. നമുക്കവിടെ നിന്ന് വാട്ടർ ഇവിടെ പൈപ്പിലൂടെ വരുന്ന ഡ്രോപ്പായിട്ട് വരുന്ന ഒരു ബോട്ടിൽ വെച്ച് കളക്ട് ചെയ്യാൻ പറ്റും. ഇതവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ്. ഇത് കണ്ടപ്പോൾ കറക്റ്റ് ഒരു ടോയ് ബസ് പോലെ എനിക്ക് തോന്നിയത്. അവിടുന്ന് ഒരു 10-15 മിനിറ്റ് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ലവ് വാളിലെത്താൻ പറ്റും. അതുകൊണ്ട് അവിടുന്ന് മലയൊക്കെ ഇറങ്ങി ഒരു ഡിഫറെൻറ്റ് വഴിയിലൂടെയാണ് അങ്ങോട്ട് പോയത്. അതാണ് വാൾ ഓഫ് ലവ്. 312 ways to say I love you. നേരിട്ട് ഈ ലൊക്കേഷനിലേക്ക് വരണമെങ്കിൽ അവിടെയും ഒരു മെട്രോ, ഒരു അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റം അവിടെ അവൈലബിൾ ആണ്. മെട്രോപൊളിറ്റൻ എന്നുള്ളൊരു ഗ്രീൻ ആർച്ച് എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് റെയിൽവേയുടെ ഒരു എൻട്രൻസ് ആണ്. ലൈക്ക് ദിസ്. ഇതാണ് വാൾ ഓഫ് ലവ്. അതിൻ്റെ ഹാഫ് പോർഷൻ അവർ എന്തോ സേഫ്റ്റി കൊണ്ടാണോ എന്തോന്നറിയത്തില്ല, അത് കൊണ്ടിങ്ങനെ ഒരു കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ കൂടാതെ ഫെൻസും ഇട്ടിട്ടുണ്ട്. ബിക്കോസ് നമ്പർ ഓഫ് ടൂറിസ്റ്റിൻ്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ടായിരിക്കണം. അവിടെ മലയാളം നമുക്ക് കാണാൻ പറ്റും. ഞാൻ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
ഇതാണ് മോളിൻ റൂജ്, ദാറ്റ് മീൻസ് റെഡ് മിൽ. ക്യാബ്രെ പോലുള്ള ഒത്തിരി ഫേമസ് ഷോകളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോഴും നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഇത് കാണാൻ പറ്റും. അങ്ങനെ ട്രെയിൻ ഇറങ്ങി നേരെ എത്തിയത് ഇവിടെയാണ്. ചാംസ് എലീസിയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആർക്ക് ഡെ ട്രംപ്. 50 മീറ്റർ ഉയരമുള്ള ഈ ചരിത്ര സ്മാരകത്തിന് മുകളിൽ നിന്നാൽ പാരീസിൻ്റെ ഒരു 360 വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും. നെപ്പോളിയൻ ബോണപ്പാർട്ട് തൻ്റെ യുദ്ധത്തിലെ വിജയത്തെ അനുസ്മരിപ്പിക്കാൻ 1806 ഇത് നിർമ്മിക്കാൻ ഉത്തരവിടുന്നത്. എന്നാൽ 1836 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഫ്രഞ്ച് സൈനികരുടെ വീരത്വത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് ഈ ഭീമാകാരമായ സ്മാരകം. ഇതിൻ്റെ ചുവരുകളിൽ നിരവധി യുദ്ധങ്ങളുടെ പേരും സൈനികരുടെ പേരുകളും കൊത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ടോംബ് ഓഫ് അൺനോൺ സ്ഥിതി ചെയ്യുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഇവ. ഇവിടെ സ്ഥിരമായ ഒരു ജ്വാല തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോഴും കാണാം. ഇതാണ് ചാംസ് എലീസി. ഇവിടെ നിന്നാൽ നമുക്ക് ലൂവർ മ്യൂസിയത്തിൻ്റെ ഒരു വ്യൂ തന്നെ കിട്ടും. ഈ ആർച്ചും ലൂവർ മ്യൂസിയം കൂടി കണക്ട് ചെയ്യുന്ന അതിനിടയിലുള്ള ഒന്നാണ് ചാംസ് എലീസി. ഇവിടെയാണ് ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ഇഷ്ടംപോലെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ ഷോപ്സാണുള്ളത്. ലൂയി വിറ്റോൺ, സെയിൻറ്റ് ലോറൻ, ഫെൻറ്റി, ബോസ്, ഹ്യൂഗോ, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ പാരീസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനും ഒന്ന് ഷോപ്പ് ചെയ്തു. ജിമ്മി ഫെയർലിയുടെ ഒരു നൈസ് സൺഗ്ലാസ്.